ഹായ് ഓൾ, ഹായ്. ഞാൻ ഷാജി കുര്യൻ. ഞാൻ സോഷ്യോപ്രീനിയർ എന്ന ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ഇന്ന് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു വലിയൊരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ഡെന്റിസ്റ്റാണ്. ഇപ്പോൾ അദ്ദേഹം UK-ലാണ് ഉള്ളത്. ഒരു ഡെന്റിസ്റ്റായ വ്യക്തി ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്ററായിട്ട് വളരെ പാഷനേറ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഈ അദ്ദേഹത്തിൻ്റെ നിഷ് എന്ന് പറയുന്നത് ഇനി മുതൽ ലോകത്തിലെല്ലാവർക്കും ബിസിനസ്സുകാരായിട്ട് ഉള്ളവരാണെങ്കിലും പ്രൊഫഷണൽസ് ആണെങ്കിലും ഇനി മുതൽ സോഷ്യൽ മീഡിയ വഴിയാണ് അവരുടെ എന്ത് ജോലിയാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും സ്കെയിലപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹത്തിന് പറയുന്നത്. അപ്പോൾ ഇനി മുതൽ എല്ലാ വ്യക്തികളും സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടി വരും. അതിലെന്തെല്ലാം രീതിയിൽ ഈ ഡോക്ടർ ജിജിന് നമ്മളെ സഹായിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് ഇവിടെ നടക്കുന്നത്. ഹലോ ജിജിൻ, വെൽക്കം ടു സോഷ്യോപ്രീനിയർ. ഹായ് ഷാജി സാർ. ഡോക്ടർ ജിജിൻ, താങ്കൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. താങ്കളുടെ ഒരു ബേസ് എന്തൊക്കെയാണെന്നൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഓക്കെ, ഞാൻ ആക്ച്വലി ബൈ പ്രൊഫഷൻ ഞാനൊരു ഡെന്റിസ്റ്റ് ആണ്. ബട്ട് ഞാനിപ്പോൾ UK-ലാണ്. ഞാൻ UK-ൽ സ്റ്റുഡൻ്റായിട്ട് വന്നതാണ്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേഷൻ ആക്ച്വലി എൻ്റെ പാഷനേറ്റ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. ഞാൻ അങ്ങനെയാണ് ഇതിൽ കടന്നു വന്നത്. അപ്പോൾ മെയിനായിട്ട് ഞാൻ കടന്നു വരുന്നതിൻ്റെ കാരണം കുറച്ച് ഫ്രണ്ട്സിന് വേണ്ടി എനിക്കൊരു ഡിജിറ്റൽ ക്രിയേഷൻ കണ്ടാൽ അതെങ്ങനെ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഞാൻ ബേസിക്കലി അത് പഠിച്ചതും കൂടുതൽ അറിയാനായിട്ട് സാധിച്ചതും. ഒരുപാട് ഫ്രണ്ട്സിനെയും ആ ഒരു സൈഡിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ കണ്ടന്റ് ക്രിയേഷനിലോട്ട് കടന്നു വന്നത്. ഒരു പൊതുജനത്തിന്, ഒരു സാധാരണ വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിന്, ഇപ്പം ഏത് പ്രൊഫഷണലും എടുത്തു കഴിഞ്ഞാലും അവർക്ക് അവരുടെ പ്രൊഫഷണലിൽ നല്ല രീതിയിൽ ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. അങ്ങനെയുള്ള പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ബിസിനസ്സുകാരെ ഡോക്ടർ ജിജിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും? ഓക്കെ, അപ്പം ഞാൻ ആദ്യമായിട്ട് ഒരു സാധാരണ ഇപ്പോൾ ഒരു ഡോക്ടർ ഒരു ക്ലിനിക്ക് നടത്തുന്നു എന്ന് കൺസിഡർ ചെയ്യാം. ഒരു ഡോക്ടർ ഒരു ക്ലിനിക്ക് നടത്തുന്നു. ഇപ്പം എൻ്റെ ഫീൽഡിൽ പറഞ്ഞ ഡെൻ്റൽ ക്ലിനിക്ക് നടത്തുന്നു. അപ്പോൾ ഈ ഡെൻ്റൽ ക്ലിനിക്ക് നടത്തുമ്പോൾ പല പരിമിതികളുമുണ്ട്. മാക്സിമം എല്ലാ സെയിൽസും ഇങ്ങനെയാണല്ലോ വരുന്നത്. മാർക്കറ്റ് ചെയ്ത് സെയിൽ കിട്ടി, അത് കൺവെർട്ട് ചെയ്ത് കാശായി. അതാണല്ലോ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഈ മാർക്കറ്റിങ്ങിന് വേണ്ടി നമ്മൾ എത്രത്തോളം ഈ മാർക്കറ്റിങ്ങിൻ്റെ ഒരു എന്താ പറയുക അറിവില്ലായ്മയാണ് പലപ്പോഴും എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. മിക്ക ആൾക്കാരും ഈ ബിസിനസ് ഓണേഴ്സും ഈ മാർക്കറ്റിംഗ് എന്തോ ഒരു വലിയ സംഭവമാണെന്നും അതൊരു ഏജൻസിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നും, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ക്രിയേഷൻ അവർക്ക് സ്വന്തമായിട്ടൊരു ജസ്റ്റ് അവരുടെ ഒരു ക്ലിനിക്കിന്റെ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ പോലും അറിയില്ല. ഇപ്പോൾ ഉള്ള ഒരു ഫാസ്റ്റ് വേൾഡിൽ ഇൻസ്റ്റാഗ്രാം റീൽസിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഷോർട്ട് ഫോം വീഡിയോ കണ്ടന്റ്സിന്റെ. അപ്പൊ അത് എങ്ങനെയാണ് പ്രസന്റബിൾ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പോലും അറിയില്ല. അപ്പോൾ അവരത് ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഹ്യൂജ് ഇൻകം ആയിരിക്കും ഔട്ട്സോഴ്സിന് കൊടുക്കുന്നത്. അപ്പം ലാസ്റ്റ് നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിന് കൊടുത്ത കാശ് ഒത്തിരി നഷ്ടമാവുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ആക്ച്വലി ഇത് വളരെ സിമ്പിളാണ്. നമ്മളൊന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആ ഒരു നമ്മുടെ ബിസിനസ് സ്കെയിൽ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാവും. സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുക സിമ്പിളായിട്ട്. സോഷ്യൽ മീഡിയ മീൻസ് പ്രൊഫഷണൽ ലെവൽ ഡിസൈനിങ് അല്ല, ഒരു വീട് വരയ്ക്കുന്നത് പോലെയോ അല്ലാതെ ഒരു പ്ലാനോ അങ്ങനത്തെ വെക്ടർ ഗ്രാഫിക്സോ അങ്ങനെയൊന്നുമല്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പം അത് എനിക്ക് അവയർനെസ് കൊടുക്കണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. എല്ലാവർക്കും മനസ്സിലാവണം. അതാണ് എൻ്റെ ഒരു അങ്ങനത്തെ ഒരു ടീച്ചർ ആവാനാണ്, ഒരു കോച്ച് ആവാനാണ് എനിക്ക് താല്പര്യം. ഒരു ക്രിയേറ്റീവ് സൈഡ് അത് എന്ത് വേണോ ആവാം. ചിലപ്പോൾ ഒരു പ്രൊമോഷൻ ആവാം, ഒരു ഹെൽത്ത് ആൻഡ് വെൽനെസ് ഇൻഡസ്ട്രി ആവാം. അപ്പോൾ എന്ത് വേണോ അതൊന്ന് സോഷ്യൽ മീഡിയയിൽ എങ്ങനെ പ്രസന്റബിൾ ആക്കാം, എങ്ങനെ അതിന് എൻഗേജ്മെന്റ്സ് കൊണ്ടുവരാം, അതാണ് എൻ്റെ ബേസിക് ആയിട്ട് ഞാൻ അതാ പഠിപ്പിക്കുന്നത്. ഓക്കെ, റൈറ്റ് ഡോക്ടർ ജിജിൻ, ഇപ്പോൾ നമ്മൾ സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് ടെക്നോളജിക്കലി ആർക്കും അത്ര അറിവുണ്ടായിരിക്കില്ല. സാധാരണ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു, ഇമെയിൽ അയക്കുന്നു, വാട്സപ്പ് ഉപയോഗിക്കുന്നു, സോഷ്യൽ മീഡിയ കാണുന്നു. എല്ലാവരും ഈ കാണൽ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് അതിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർ ജിജിൻ്റെ ബേസിക് ഐഡിയ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
അപ്പൊ എന്തെല്ലാം അതെ. ടൂൾസ് ആണ് ഇതിന് ഒരു ആള് പഠിച്ച് എടുക്കേണ്ടത്? സർ, നമ്മൾ ആക്ച്വലി ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഒരു കണ്ടന്റ് ക്രിയേഷൻ ആക്ച്വലി നമുക്ക് വലിയ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടൂൾസിൻ്റെയോ നമ്മൾക്ക് ഒരു കമ്പ്യൂട്ടർ വേണമെന്ന് പോലും ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ നല്ല റീച്ചുള്ള വീഡിയോസ് കാണാറുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബിൽ റീച്ചുള്ള റീൽസ് ഷോർട്ട് ഫോം വീഡിയോ കണ്ടന്റ് റീൽസ് എന്ന് പറയുന്നത്. കാര്യം മനുഷ്യന്റെ അറ്റൻഷൻ സ്പാൻ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെ ലോങ് ഫോം വീഡിയോസിൽ നിന്ന് വളരെ ഒരു 90 സെക്കൻഡ്സോ 60 സെക്കൻഡ്സോ ഉള്ള ഷോർട്ട് ഫോം വീഡിയോസിലോട്ടാണ് ഇപ്പോൾ ആൾക്കാരുടെ അറ്റൻഷൻ സ്പാൻ. അപ്പോൾ ഈ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് ഒരു ഫോൺ മാത്രം മതി. ഈ ഫോണിന്റെ ഒരു മനസ്സിലായി, ഫോൺ വൈസ് ആയിട്ട് ഉപയോഗിച്ചാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ചെയ്യുന്ന മിക്ക കാര്യങ്ങളും ഇപ്പോൾ ബേസിക് എഡിറ്റിംഗ് ആയാലും, അല്ലെങ്കിൽ ഒരു റീൽ എങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആക്കാം, അല്ലെങ്കിൽ ഐ കാച്ചിങ് ആക്കാം, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു എങ്ങനെ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാം, ഒരു യൂട്യൂബ് തമ്പനെയിൽ എങ്ങനെ ഡിസൈൻ ചെയ്യാം, അങ്ങനത്തെ ബേസിക് കാര്യങ്ങളെല്ലാം ഒരു ഫോണിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഞാൻ ബേസിക്കലി ഫസ്റ്റ് ഒരു ഇതിൽ എത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പറയാനുള്ള ഒരു ആഗ്രഹം, ഫസ്റ്റ് ക്യാൻവ മാസ്റ്റർ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ക്യാൻവ മാസ്റ്റർ ചെയ്താൽ തന്നെ ഒരു 60% ഓഫ് കണ്ടന്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ അറിയാവുന്നതാണ്. അത് ഫ്രീ ആയിട്ടുള്ള ഒരു ടൂളാണ്, ആർക്കും കാശ് കൊടുക്കേണ്ട. പ്രോ വെർഷൻസ് ഉണ്ട്, ബട്ട് അതിനുള്ള എല്ലാ മിക്ക ഫീച്ചേഴ്സും ഫ്രീ വെർഷനിൽ തന്നെ ഉപയോഗിക്കാം, ഇൻക്ലൂഡിങ് AI. മനസ്സിലായില്ലേ? ഓക്കെ ഡോക്ടർ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ കളർ സൈക്കോളജി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടെന്ന്. ഓരോ കളറും ഓരോരുത്തരുടെ ക്യാരക്ടറിസ്റ്റിക് അനുസരിച്ചാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇതിങ്ങനെ അട്രാക്ട് ചെയ്യാൻ നിങ്ങൾ ആ കളർ സൈക്കോളജി എങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? കളർ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഓരോ കളേഴ്സും ഓരോ ഇമോഷൻസ് ആണ് നമുക്ക് ഇവോക്ക് ചെയ്യുന്നത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരിക്കലും കാണാത്ത എന്ന് വെച്ചാൽ ഒരു റെഡ് എന്ന ഒരു കളർ തന്നെ, റെഡ് എന്നുള്ളൊരു കളർ ബേസിക്കലി നമുക്കറിയാം ഒരു ഡേഞ്ചറിന്റെ കളറാണ്. ബട്ട് അതിന് വേറെയും അർത്ഥങ്ങളുണ്ട്, ലവ്, എക്സൈറ്റ്മെന്റ്, അങ്ങനെ എനർജി, അങ്ങനെ അർത്ഥമുണ്ട്. അപ്പം നമ്മൾ സാറിന് ലോകത്ത് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ബാങ്കുകളുടെ ഒരു കളർ തീം ബ്ലൂ ആയിരിക്കുന്നത്? ലൈക്ക് ബാങ്കുകളുടെ ഒരു കളർ തീം ബ്ലൂ ആയിരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. ബ്ലൂ എന്ന് പറഞ്ഞൊരു കളർ സെക്യൂരിറ്റി, ഒരു കാംനെസ്, ഒരു ട്രസ്റ്റ് വർത്തി, അത് ഇവോക്ക് ചെയ്യുന്ന കളേഴ്സാണ്. പർപ്പിൾ കളേഴ്സ് ഒരു റോയൽ, ലക്ഷറി, അതേപോലുള്ള കാര്യങ്ങൾ. എന്ന് വെച്ചാൽ പർപ്പിൾ മീൻസ് പ്രീമിയം പ്രോഡക്റ്റ് പാക്കേജ് ചെയ്യുമ്പോഴാണ് പർപ്പിൾ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഓരോ കളറിനും ഓരോ ഇതുണ്ട്. അപ്പൊ ആ ഒരു കളർ സൈക്കോളജിക്ക് ഒരു ബേസിക് ഐഡിയ മതി. എന്നുവെച്ചാൽ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് എന്താ ഓറഞ്ച് ഇട്ടൂടെ, അല്ലെങ്കിൽ ഒരു യെല്ലോ ഷെയ്ഡ് ഇട്ടൂടെ? ഒരു കിഡ്സ് കാറ്റഗറി വരുമ്പം ഗ്രീൻസ് ഇടുന്നത് ബയോ എന്താ പറയാ, ഓർഗാനിക് പ്രോഡക്ട്സ്. കാരണം നമ്മളൊരു ഗ്രീൻ കണ്ട ഇതൊരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും. കാര്യം അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളറാണത്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് തന്നെ മനസ്സിലാവും, ഓക്കെ, ഓർഗാനിക് ആയിരിക്കും ഒരു ഗ്രീൻ പാക്കേജിങ് കണ്ടാൽ. അപ്പൊ അതൊരു ബേസിക് ഐഡിയ മതി, ഔട്ട് ഓഫ് ബോക്സ് ചിന്തിക്കാം. ഇപ്പൊ ഗൂഗിളിന്റെ കളർ തീം ആക്ച്വലി മൾട്ടി കളേർഡ് ആണ്, ഇൻസ്റ്റാഗ്രാം മൾട്ടി കളേർഡ് ആണ്, ഗ്രേഡിയൻസ് ഇൻസ്റ്റാഗ്രാം വരുന്നത്. അങ്ങനെ ചിന്തിക്കാം. അല്ല എന്നാലും നമുക്കൊരു ബേസിക് ഐഡിയ വേണമെന്നേ ഉള്ളൂ കളർ സൈക്കോളജിയിൽ. അപ്പൊ ഇത് നമ്മൾക്ക് ഇപ്പൊ ഓരോ പ്രൊഫഷനും, ഇപ്പൊ ഞാനൊരു വെൽനസ് കോച്ചാണ്. ഒരു വെൽനസ് കോച്ച് വെൽനസുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ അട്രാക്ട് ചെയ്യണമെങ്കിൽ, വെൽനസിൽ താല്പര്യമുള്ള ആളുകളെ അട്രാക്ട് ചെയ്യണമെങ്കിൽ ഏതായിരിക്കും എന്റെ ബേസ് കളർ ഡോക്ടർ ജിജിൻ നിർദ്ദേശിച്ചു? ഓക്കെ സർ, വെൽനസുമായിട്ട് കൂടുതൽ അട്രാക്റ്റീവ് ആവുന്ന കളേഴ്സ് ആക്ച്വലി ബ്ലൂ ആൻഡ് ഗ്രീൻ ആണ്. ബ്ലൂ ഗ്രീനും ആണ്. ലൈക് ഗ്രീൻ മീൻസ് ഒരു പീസ്ഫുൾ നേച്ചർ ആണ്. ലൈക് ഗ്രീൻ കാണുമ്പോൾ തന്നെ നമുക്കൊന്ന്, ഫോർ എക്സാമ്പിൾ മരങ്ങളും ഗ്രീനറിയും കാണുമ്പോൾ നമ്മളൊന്ന് മൈൻഡ് ശാന്തമാവും. വെൽനെസ് എന്ന് പറഞ്ഞാൽ സുഖം എന്നാണല്ലോ, ലൈക്ക് ഒരു ആ ഒരു ലൈഫാണല്ലോ. അപ്പൊ അതില് ഗ്രീൻ ആയിരിക്കും ഒരു മേജർ ആയിട്ട്. ഇപ്പൊ സാറിന് ഒരു കളർ തീം, കളർ പാലറ്റിൽ സാർ വർക്ക് ചെയ്യുമ്പോൾ സാറ് ഒരു ഗ്രീനിഷ് ബ്ലൂയിഷ് ഷെയ്ഡിലായിട്ടായിരിക്കും എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ബട്ട് സാർ ഇപ്പം ഫോർ എക്സാമ്പിൾ സാർ ഇത് തന്നെയാണ്, ബട്ട് ഒരു ഫിസിക്കൽ ട്രെയിനറാണ്. ലൈക്ക് എന്ന് പറഞ്ഞാൽ ലൈക്ക് സാർ ഒരു ബോഡി ബിൽഡർ ആണെന്ന് കൺസിഡർ ചെയ്യാം. ലൈക്ക് അതൊരു ടൈപ്പ് ഓഫ് ഹെൽത്ത് ആണ്. ബോഡി ബിൽഡിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ലൈക്ക് പക്ഷെ ആ ഒരു കളർ ജിം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇല്ലേ, ജിം കോൺസെപ്റ്റിന്റെ കളർ തീം ഡിഫറെന്റ് ആണ്. ബ്ലാക്കും റെഡും ആയിരിക്കും.
ലൈക്ക് എനർജിയാണ് അവിടെ എന്ന് വെച്ചാൽ പമ്പിങ്, മനസ്സിലായില്ലേ, എനർജറ്റിക്, മനസ്സിലായി. അപ്പൊ അത് കൂടുതൽ വർക്ക് ചെയ്യും, അത് യൂത്തുകാർക്ക് കൂടുതൽ ക്ലിക്ക് ആവുകയും ചെയ്യും. ലൈക്ക് അങ്ങനത്തെ എന്ന് വെച്ചാൽ രണ്ടും ഒന്ന് ഹെൽത്ത് ആണ്, ബട്ട് അതൊരു എന്താ പറയാ, അതൊരു എന്താ പറയാ ഫിസിക്കൽ ട്രെയിനിങ് എന്ന് പറയില്ലേ, കാർഡിയോ അതേപോലുള്ള. അപ്പൊ അതൊരു എനർജി, മനസ്സിലായില്ലേ. അപ്പൊ അതിനൊരു റെഡിഷ് ഷെയ്ഡ്, അതായത് ഞാൻ സാറിന്റെ കാര്യത്തിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഗ്രീനും ലൈറ്റ് ഗ്രീനിന്റെ പല ഷെയ്ഡ്സും ബ്ലൂ ആയിരിക്കും. സാർ ഇപ്പൊ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതൊന്ന് മൈൻഡ് വെച്ചിരിക്കുക, സാർ ഇപ്പൊ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോഴും അതൊന്ന് മൈൻഡ് വെച്ചിരിക്കുക. അപ്പൊ അത് സാറിനെ എല്ലാം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി ജനറൽ പബ്ലിക്കിനോട്, ഇപ്പോൾ സാധാരണ ആളുകളോട് എന്താണ് ജിജിന് കൊടുക്കാൻ പറ്റുന്ന ഒരു സജഷൻ, അല്ലെങ്കിൽ എന്താണ് അഡ്വൈസ് കൊടുക്കാനുള്ളത്? ജനറൽ പബ്ലിക് എന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ ബേസിക്കലി ക്രിയേറ്റീവ് കോൺഫിഡൻസ് ഉള്ളവരാക്കാനേ ശ്രമിക്കാറുണ്ട്. കാര്യം നമുക്ക് ഒരു ബേസിക് ആയിട്ട് ഇപ്പൊ സാറ് പറഞ്ഞില്ലേ കളർ തീംസ്, ഇത് സാറിന്റെ മൈൻഡിൽ ഇങ്ങനെ ചിന്തിക്കാമല്ലോ സാറിന്, ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. കാര്യം അങ്ങനത്തെ ഒരു ഓഡിയൻസ് എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പ്ലസ് ടൈപ്പോഗ്രഫി എന്ന് പറഞ്ഞാൽ ഫോണ്ട്സ് ആണ്, ഇപ്പൊ ഏത് ഫോണ്ട് ഉപയോഗിക്കണം. ഇപ്പൊ സാർ ഒരു ഫങ്കി ആയിട്ടുള്ള ഒരു ഫോണ്ട് ഉപയോഗിച്ചാൽ സാർ ഒരു എന്താ പറയാ ഒരു പ്ലേ സ്കൂൾ നടത്തുന്ന ആളോ, മനസ്സിലായില്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു ഫങ്കി എലമെന്റ്സ് ഉണ്ട്. ഒരു മ്യൂസിക് ക്ലാസ് ആണോ, മനസ്സിലായില്ലേ. ഇപ്പൊ സാർ ഒരു കോർപ്പറേറ്റ് ലെവലിലെ ഫോൺസ് ഉപയോഗിച്ചാലൊക്കെ നമുക്ക് ആ ഒരു സീരിയസ്നെസ്സിലെ ആൾക്കാരെ എടുക്കും. ഒരു ബേസിക് സെൻസ് ഇതിലൊക്കെ വരിക. പിന്നെ ഇതൊരു വലിയ സംഭവമല്ല, ബേസിക് ആയിട്ട് ആർക്ക് വേണോ മാസ്റ്റർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഡിസൈനിങ്ങും നമ്മുടെ ഒരു വീഡിയോ ക്രിയേഷനും ഇപ്പൊ എല്ലാം ഷോർട്ട് ഫോം വീഡിയോ കണ്ടന്റിലോട്ട് മാറിക്കഴിഞ്ഞു. അറ്റൻഷൻ സ്പാൻ ഞാൻ പറഞ്ഞ പോലെ കുറഞ്ഞപ്പോൾ ഇപ്പൊ എല്ലാ പ്ലാറ്റ്ഫോമും, പണ്ട് ഈ ടിക്ടോക്ക് എന്നാണ് ഈ ട്രെൻഡ് കൊണ്ടുവന്നത് ആക്ച്വലി ഷോർട്ട് ഫോം കണ്ടന്റ്. ഇപ്പോൾ അത് ഇൻസ്റ്റാഗ്രാമിലായി, യൂട്യൂബിലായി, ഫേസ്ബുക്ക് എല്ലാം റീൽസ് ആണ് അല്ലെങ്കിൽ ഷോർട്സ് ആണ്. അതാണ് ഇപ്പോൾ ഉള്ള ട്രെൻഡ്. അപ്പൊ അതേപോലുള്ള നല്ല ഐ കാച്ചിങ് എൻഗേജിങ് ആണ്. എൻഗേജിങ് ആകുമ്പോൾ ഇപ്പം സാറിന്റെ വെൽനസ് പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ സാറിന്റെ വെൽനസ് പ്രോഡക്റ്റിന്റെ ഒരു ചെറിയൊരു 60 സെക്കൻഡ് റീല് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന ഒരു 1,00,000 ആൾക്കാർ കാണും, സാറിന്റെ നിഷിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. ബട്ട് സാറിന്റെ അത് മാറി നിൽക്കണം, അതാണ് മെയിൻ ഫാക്ടർ. സാറിന്റെ ആ പാക്കേജിങ് മാറി നിൽക്കണം, എന്നാലേ സാറിന് റീച്ച് കിട്ടൂ, കൂടുതൽ ആൾക്കാരെ സെർവ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ദാറ്റ്സ് ഇറ്റ്. അതിപ്പോ നമ്മൾ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അത്, പക്ഷെ അത് പഠിക്കാനോ അത് പ്രാക്ടീസ് ചെയ്യാനോ ഒന്നും വളരെ സിമ്പിൾ ആണ്. ബേസിക് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റും ഒരു കൺസിസ്റ്റൻസിയും മാത്രം മതി, ആർക്കും മാസ്റ്റർ ചെയ്തെടുക്കാം പറ്റുന്ന സ്കില്ലുകളാണ്. ഡോക്ടർ ജിജിന്റെ കരിക്കുലം എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഒന്ന് പറയാൻ പറ്റുമോ? ആക്ച്വലി നമുക്കിപ്പോ ബേസിക് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പം തന്നെ ആദ്യം വന്നിട്ട് ഒരു അഡ്വാൻസ്ഡ് എഡിറ്റിംഗ് അല്ലെങ്കിൽ ഒരു 3D എഡിറ്റിംഗ് അങ്ങനെയൊക്കെ പഠിപ്പിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ആർക്കും അത് മനസ്സിലാവില്ല. ഇപ്പൊ ബേസ് തൊട്ടേ സ്ട്രോങ് ആക്കി വെക്കണം. അപ്പൊ ബേസിക് ആയിട്ട് ഇപ്പൊ സാറ് പറഞ്ഞില്ലേ എന്താ കളർ സൈക്കോളജി ഒരാൾ എന്തുകൊണ്ട് ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യണം, അതിന് സൈക്കോളജി എന്ന് പറയും, സൈക്കോളജി ഓഫ് ക്ലിക്ക് എന്ന് പറയും. കാര്യം ഇപ്പൊ സാറ് ഞാൻ ഇങ്ങനെ നിന്ന് സാർ ഒരു യൂട്യൂബ് തമ്പനയിൽ ഉണ്ടാക്കി, എത്ര പേര് ക്ലിക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ലൈക്ക് ജസ്റ്റ് ഇസ് എ റാൻഡം വീഡിയോ, എല്ലാ വീഡിയോസിനെ പോലെ ഒരു റാൻഡം വീഡിയോ ആണ്. ബട്ട് സാറിന്റെ ഒരു സ്റ്റുഡന്റ് സാറ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പുള്ളി വെയിറ്റ് കുറച്ചു. ഫോർ എക്സാമ്പിൾ പുള്ളി ഒരു 100 kg ഉണ്ടായിരുന്ന പുള്ളി ഒരു 75 kg അതാണ് സാറ് കൊടുക്കുന്നത്. പക്ഷെ സാറിന്റെ ഒരു ഫേസ് വെച്ചിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആരും ക്ലിക്ക് ചെയ്യില്ല. പക്ഷെ പുള്ളിയുടെ ട്രാൻസ്ഫോർമേഷൻ, ലെഫ്റ്റില് പുള്ളി ഇത്രയും വെയിറ്റ് ആയിരുന്നു, പുള്ളി ഈ ഒരു വെയിറ്റിലോട്ടായി. അങ്ങനെ സാർ ഒരു സ്പ്ലിറ്റ് സ്ക്രീനിൽ ഒരു തമ്പനിയിൽ ഇട്ടോക്ക് റീച്ച് കൂടും. അങ്ങനെ റീച്ച് കൂടി കഴിഞ്ഞാൽ സാറിന് തന്നെയാണ് മോർ ക്ലയൻസിനെ കിട്ടുന്നത്, അവരെ സെർവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതൊക്കെ ഒരു ബേസിക് ആയിട്ട് ആ സൈക്കോളജിയുടെ ഒരു ക്ലിക്സ് ആഫ്റ്റർ ബിഫോർ. ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, ഞാൻ സീറോ ആണ് എൻ്റെ ബാങ്ക് ബാലൻസ്, ഇപ്പോൾ 1,00,000 വിത്തിൻ 28 days. അങ്ങനത്തെ അതൊക്കെ ക്യാച്ചി തമ്പനെയിൽസ് ആണ്. അപ്പോൾ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് വരും, എന്താ ഇത് ചെയ്തിട്ടാണ് ഇവർ ഇത്രയും പൈസ കിട്ടിയത്. അപ്പൊ അതുപോലെ ഒരു ബേസിക് ഐഡിയാസ് എല്ലാവർക്കും മനസ്സിലാവണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തുടങ്ങുന്നത് തന്നെ ഒരു ക്യാൻവ ഡിസൈനിങ് ഇന്നായിരിക്കും, ക്യാൻവ ബേസിക്സ്, അതുപോലെ ആയിരിക്കും. പിന്നെ വീഡിയോ എഡിറ്റിംഗ് ബേസിക്സ്, പിന്നെ ഒരു അഡ്വാൻസിലേക്ക് പോകാം. അതെല്ലാം ഒരു പ്രോഗ്രസീവ് ജേണിയാണ്. ഓക്കെ ഡോക്ടർ, നമ്മൾക്ക് ഇനി ഒരു 5 minutes കൂടി ആണ് ബാലൻസ് ടൈം. അപ്പൊ ഇതിനുള്ളിൽ ഇനി ഒരു കാര്യം പറഞ്ഞു, ക്യാൻവ ആദ്യമേ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. അതുപോലെയുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും പഠിപ്പിക്കുന്നതെന്നൊന്നും
എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ആക്ച്വലി വളരെ മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ട്, മൊബൈൽ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ ഉള്ള ആൾക്കാർ കുറവാണ്. മൊബൈൽ വെച്ചിട്ട് തന്നെയാണ് കൂടുതൽ ആൾക്കാർ. ഈ മൊബൈലിൽ ഒരു ഷോട്ട് എങ്ങനെ ഫിലിം ചെയ്യാം, ലൈക്ക് ആദ്യം പഠിപ്പിക്കുന്ന ക്യാൻവ ആയിരിക്കും, ക്യാൻവ ഡിസൈൻ. ഒരു മൊബൈലിൽ ഒരു വീഡിയോസ് ആക്ച്വലി 10 ആംഗിൾസ് ഉണ്ട്. ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് എടുക്കാൻ 10 ആംഗിൾസ് ഉണ്ട്. ലൈക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുക്കുമ്പോഴാണ് അത് ഇൻട്രസ്റ്റിംഗ് റീലാവുന്നത്. പിന്നെ നമ്മൾ ചില വീഡിയോസ് നമ്മൾ ഹുക്ക് ചെയ്തെടുത്തുന്ന കണ്ടിട്ടില്ലേ, ലൈക്ക് നമ്മൾ ആ വീഡിയോ ജസ്റ്റ് ക്ലിക്ക് ചെയ്തേ ഉള്ളൂ, പക്ഷെ നമ്മളത് ഫുള്ള് വാച്ച് ചെയ്തിട്ടേ ഇറങ്ങാറുള്ളൂ. അതിനൊരു ഫാക്ടർ ഉണ്ട്. കാര്യം അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഐ ബ്ലിങ്ക് ചെയ്യുന്ന പോലെയാണ്. ലൈക്ക് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരു ഷോട്ട് ചിലപ്പോൾ അത് 1-2 സെക്കൻഡേ കാണും, അത് കഴിഞ്ഞ് ഷോട്ട് മാറും. ലൈക്ക് അല്ലാതെ നമ്മളൊരു പ്ലെയിൻ ആയിട്ട് സംസാരിക്കുമ്പോൾ ഓക്കെ ദിസ് ഇസ് ബോറിംഗ് ആയിട്ട് രജിസ്റ്റർ ആവും ബ്രെയിനിലേക്ക്. പക്ഷെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഐ ബ്ലിങ്കിങ് പോലെ പല ഷോട്ടുകൾ ഒരു സാധനമായിരിക്കും, അത് പല ആംഗിളിൽ നിന്ന് എടുത്ത് എഡിറ്റ് ചെയ്തിടുന്നതായിരിക്കും. അപ്പോൾ അതിന്റെ എന്ന് പറഞ്ഞാൽ ലൈക്ക് വ്യൂവേഴ്സിനകത്ത് റിട്ടേൺ ചെയ്യാനായിട്ടുള്ള ഒരു ഫാക്ടറാണ്. കാര്യം നമ്മൾ എത്രത്തോളം നല്ല കണ്ടന്റ് കൊടുത്താലും, വാല്യുബിൾ കണ്ടന്റ് കൊടുത്താലും, അത് പ്രസന്റ് ചെയ്യുന്ന പോലെ ചെയ്തില്ലെങ്കിൽ അത് വർക്കാവത്തില്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ചിലപ്പോൾ ക്യാമറയിൽ നല്ലതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും, ലൈറ്റിങ്സ്, മൈക്ക്, അതിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുമായിരിക്കും. ബട്ട് ആ ക്രിയേറ്റീവ് സൈഡും കൂടെ അറിഞ്ഞില്ലെങ്കിൽ അതാരും കൂടുതൽ ആരും കാണില്ല. അത് തന്നെയാണ് ഈ പറയുന്നത്. ഓക്കെ ഡോക്ടർ സമയത്തിന്റെ പരിധി ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഇന്റർവ്യൂ ആളുകൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്, ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്, ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് 20 വർഷം കൊണ്ട് മാറിയിരുന്ന കാര്യം ഇപ്പോൾ 10 വർഷം കഴിഞ്ഞു. ഇത് 1 വർഷത്തിൽ, ഇപ്പോൾ 6 മാസത്തിനുള്ളിൽ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാം മാറുന്നതനുസരിച്ച് നമ്മൾ സഞ്ചരിച്ചില്ലെങ്കിൽ നമ്മൾക്ക് എങ്ങും എത്താൻ പറ്റില്ല. ഒന്നിനെയും പരാതി പറഞ്ഞുകൊണ്ട് ജീവിച്ചിട്ട് കാര്യം ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർ ജിജിൻ നമ്മൾക്ക് മനസ്സിലാക്കി തന്നത്. താങ്ക് യു ഡോക്ടർ ജിജിൻ, ഇവിടെ ഈ ഇന്റർവ്യൂവിന് വന്നതിനും ഇത്രയും വലിയ കാര്യങ്ങൾ ആളുകൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ സാധിച്ചതിനും ഇവിടെ വന്നത് പ്രസന്റ് ചെയ്തതിനും വളരെ നന്ദി. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സാർ.